നിർമ്മലന്റെ ഇത് കണ്ടോ? ഈ മുറിയുടെ ഡോർ പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുക. മിക്കവാറും പവിത്രൻ ഇതിനകത്തായിരിക്കും. സംശയിക്കാൻ ഒന്നുമില്ല, പവിത്രൻ ആ മുറി തന്നെ ഉണ്ടാവും. ഡോറൊന്ന് തുറക്ക, അല്ലെങ്കിൽ ചാവി എടുത്തോണ്ടോ? അത് പിന്നെ ആ മുറിയുടെ ചാവി എവിടെയാണെന്ന് എനിക്കറിയില്ല. വേഷം കെട്ടിലെടുത്താലുണ്ടല്ലോ, മര്യാദക്ക് തുറക്കുന്ന നല്ലത്. പോയി ചാവി എടുത്തോണ്ട് വാ. സത്യമാണ് ഞാൻ പറഞ്ഞത്, ചാവി കാണാനില്ല. മുറി തുറന്നില്ലെങ്കിലേ ഇത് ചവിട്ടി പൊളിക്കേണ്ടി വരും. ഇതാ മേഡം. നിങ്ങൾ കള്ളത്തരം പറയാൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഈ മുറിയിലായിരിക്കും സ്വർണ്ണം പണമൊക്കെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അയ്യോ സത്യമാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് ഒന്നുമില്ല. ഇതാ സാർ, ഇത് വെച്ചാ പൂട്ടടിച്ച് പൊളിക്കേ. അതെന്തായാലും നന്നായി, തല്ലി പൊളിക്കണ്ടേ. അയ്യോ അതിലൊന്നും ഇല്ല സാറേ, തല്ലി പൊളിക്കല്ലേ. അടിച്ചു പൊട്ടിക്ക് സാറേ. പവിത്രൻ ആ മുറിയിൽ ഇല്ലല്ലോ മോളെ. പിന്നെ അവൻ ഇത് എവിടെ പോയി? ഹരീന്ദ്ര, മാഡം, പവിത്രൻ ആ മുറിയിലും ഇല്ലല്ലേ? അതെ മാഡം, ഈ വീട് മുഴുവൻ ഞങ്ങൾ അരിച്ചു പറക്കേ. ഇവിടെ എങ്ങുമില്ല അയാള്. ഇവിടെ നിന്ന് എങ്ങോട്ട് മാറ്റിയെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ എന്താ മാഡം ഞങ്ങൾ ചെയ്യേണ്ടത്? ഇനി അവിടെ തുടരുന്നത് സേഫ് അല്ല. CKS ഇപ്പൊ അവിടെ എത്തും. നിങ്ങൾ വേഗം ഇറങ്ങാൻ നോക്ക്. ശരി മാഡം, ഞങ്ങൾ ഇറങ്ങുവാ. വാ. അപ്പൊ ഞങ്ങൾ വരുന്നെന്നറിഞ്ഞ് കള്ളപ്പണം മുഴുവൻ ഒളിപ്പിച്ചല്ലേടി? തൽക്കാലം റെയ്ഡ് അവസാനിപ്പിച്ച് തിരിച്ചു ചെല്ലാനാ ഞങ്ങളുടെ സീനിയർ ഓഫീസർ പറഞ്ഞിരിക്കുന്നത്. നിന്നെ ഞങ്ങൾ എടുത്തോളാം. എന്താടി നോക്കുന്നത്? ഇതെന്താ ഇങ്ങനെ എടി പൊടി എന്നൊക്കെ വിളിക്കുന്നേ? സത്യത്തിൽ നിങ്ങൾ പോലീസും ഇൻകം ടാക്സുകാരൊന്നും അല്ലേ? കൊടുക്കണം അങ്ങനെ തന്നെ അവൾക്ക്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ പോലീസാണെന്ന്. നിന്റെ ഫോണ്, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ അടിച്ചോണ്ട് പോയെന്ന് പറഞ്ഞോളേ. അല്ലെങ്കിൽ കടുവയെ കിടുവടിക്കുന്ന കാലമല്ലേ. വരൂ സർ. അവിടെ എന്തോ രക്ഷപ്പെടാൻ നോക്കിക്കോ. ഇപ്പൊ വരും. വേഗം വാ, വേഗം കേറിക്കോ. പെട്ടെന്ന് കേറങ്ങോട്ട്. ജ്യോതി, എന്തായി? അവരൊക്കെ പോയി. എന്തൊക്കെ വീരവാദങ്ങളാ മനുഷ്യൻ നിങ്ങൾ മുഴക്കാറുള്ളത്? കേരളത്തിലെ ഏത് ഡിപ്പാർട്ട്മെന്റ് ചലിക്കണമെങ്കിലും CKSയുടെ മുൻകൂർ അനുവാദം വേണമെന്നൊക്കെയല്ലേ ഈ വിളക്കാറുള്ളത്. എന്നിട്ടിപ്പോ എന്തായി? നിങ്ങൾ പോലും അറിയാതെ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഈ വീട്ടിൽ കയറി നിരങ്ങി. നിങ്ങളുടെ അധികാരം എന്നൊക്കെ പറയുന്നത് ആ നാവിൻ തുമ്പിൽ മാത്രമേ ഉള്ളൂ. പ്രവൃത്തിയിൽ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല. ഇപ്പോഴെങ്കിലും അത് മനസ്സിലാക്കിക്കോ. ജ്യോതി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ആ ഓഫീസർമാരുടെ കൂടെ വന്ന SI പെണ്ണില്ലേ, അവളെന്റെ മുഖത്തടിച്ചു. തല്ലിയോ? ഏത് പോലീസ് ഓഫീസർ? ജ്യോതി, അതൊന്നും പോലീസ് ഓഫീസർ അല്ല. ഇവിടെ വന്നതിൽ ഒരാളും ഇൻകം ടാക്സ് ഓഫീസറും അല്ല. വെറും വാക്ക് പറയുന്നതല്ല ഞാൻ. കേരളം മുഴുവനല്ലെങ്കിലും ഈ നഗരത്തിലെ ഇൻകം ടാക്സ് ഓഫീസിൽ നിന്ന് ഒരാൾ റെയ്ഡിന് ഇറങ്ങണമെങ്കിൽ അത് ഞാൻ അറിഞ്ഞിരിക്കും ജ്യോതി. വിളിച്ചു ചോദിച്ചു ഞാൻ, തലപ്പ് തിരിക്കുന്നവരോട് തന്നെ. അങ്ങനൊരു സംഭവമേ ഇല്ലെന്നാ ആ ഓഫീസർ എന്നോട് പറഞ്ഞത്. ഇവിടെ വന്നത് ഏതോ ഫ്രോഡുകളാ. അവരുടെ ഉദ്ദേശമേ വേറെയാ.
പല ഘട്ടത്തിലും എനിക്ക് സംശയം തോന്നിയതാ. എന്തോ ഒരു വശപ്പിച്ചക പോലെ. ഇനി വല്ല കള്ളന്മാരും ആയിരിക്കും വന്നത്. മുകളിലത്തെ നിലയിലിരുന്ന് ഏതെങ്കിലും അലമാര തുറന്നായിരുന്നു? അതിലെ സ്വർണവും പണവും ഒക്കെ എടുത്തോണ്ട് പോയോ? മുകളിലത്തെ നിലയിലേക്ക് എന്നെ കൊണ്ടുപോയില്ല. അവര് മാത്രമാ പോയത്. പോയി, സർവ്വതും പോയി. എല്ലാം തൂത്തുവാരി കൊണ്ടുപോയി കാണും അവര്. റെയ്ഡ് ആണെന്ന് പറഞ്ഞാൽ പോലും കൂടെ നിൽക്കണ്ടായിരുന്നു. കള്ളന്മാരാ, വെറും കള്ളന്മാരല്ല, കൊള്ള നടത്താൻ വന്നവന്മാരാ. ഈശ്വര, എല്ലാം പോയി കാണും. വാ. അയ്യോ, അവന്മാരെന്തൊക്കെ ഇനി വാരിക്കൊണ്ട് പോയെന്ന് അറിയില്ലല്ലോ ഭഗവാനെ. ക്യാഷ് കൊണ്ടുപോയിട്ടില്ല. എല്ലാം ഉണ്ടല്ലോ. സ്വർണവും പണവും ഒന്നും പോയിട്ടില്ല. ശരിയാ, ഒന്നും എടുത്തിട്ടില്ല. അവർ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ഒന്നും അല്ല ജ്യോതി, കള്ളന്മാരുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ സ്വർണവും പണവും എല്ലാം തൂത്തുവാരി കൊണ്ടുപോയനെ. പിന്നെ ആരും അവരെന്തിനു വന്നു? അവന്മാര് വേറെ എവിടെയൊക്കെ കയറി? നമ്മുടെ ബെഡ്റൂമിലും വേറെ മുറികളിലും എല്ലാം കയറി. പവിത്രനെ പൂട്ടിയിട്ടിരിക്കുന്ന മുറി തല്ലി പൊളിച്ച അവന്മാര് കയറിയത്. കൂട്ട് തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയോ? എന്നിട്ടെന്താ, പെട്ടെന്ന് അവന്മാർ ഇറങ്ങി പോവുകയും ചെയ്തു. ഏതോ ബോസ് വിളിച്ചെന്നോ റെയ്ഡ് നിർത്തുന്നു എന്നൊക്കെയാ പറഞ്ഞു കേട്ടത്. ഞാൻ മുറി കയറി നോക്കിയില്ല. അപ്പോഴാ CKC വന്നത്. മുറി കയറി നോക്കിയില്ലേ? ഇല്ല, ഞാൻ നോക്കിയില്ല. CKC വന്നേ, അവനവിടെ ഉണ്ടോന്ന് നോക്കാം. എന്തായാലും അവരവനെ കൊണ്ടുപോയിട്ടില്ലെന്ന് ഉറപ്പാ. വാ, നമുക്ക് നോക്കാം. കണ്ടോ, അവന്മാര് തല്ലിപ്പൊളിച്ച ഡോറാ അത്. വന്നവന്മാർ ആരായാലും അവര് പവിത്രനെ കണ്ടു എന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ ആ സമയത്ത് അവന്മാർക്ക് എന്തോ പ്രശ്നമുണ്ടായി. ആരോ വിളിച്ച് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അതാ വേഗം ഇറങ്ങി പോയിക്കളഞ്ഞത്. CKC വന്നേ, വാ. CKC, പവിത്രൻ എവിടെ പോയി? അവന്മാരിറങ്ങി പോകുമ്പോ അവരുടെ കൂടെ പവിത്രൻ ഇല്ലായിരുന്നു. ഇവിടുന്ന് പവിത്രനെ രക്ഷപ്പെടാൻ വേറെ വഴികളും ഇല്ലല്ലോ. അവരുടെ ലക്ഷ്യം പവിത്രനല്ല എന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ കയറി നോക്കാത്തത്. CKC എന്താ ഒന്നും മിണ്ടാത്തത്? ഇതിനിടയ്ക്ക് അവന്മാര് പവിത്രനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയോ? ഏയ്, ഒരിക്കലുമില്ല. എന്റെ കൺമുന്നിൽ വെച്ചല്ലേ ഡോറ് തുറന്നതും അവരിറങ്ങിപ്പോയതും. ഇവിടെ എന്താ സംഭവിച്ചത്? പവിത്രൻ സേഫ് ആയിട്ട് എന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്.